വിദേശ രാജ്യങ്ങളിൽ പ്രോഗ്രാമിന് പോയിട്ടുണ്ട് ജാഫർ, ഒരുപാട് ഷോ പോയിട്ടുണ്ട്. ഇപ്പോൾ സ്ഥിരമായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് ഒരുപാട് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ജാഫർ പലപ്പോഴും ഞാനിപ്പോൾ കേട്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വിളിക്കുന്നത് എനിക്കൊന്നും താല്പര്യമില്ല, ഞാനൊന്നുമില്ല അങ്ങനെ പറയാം. ഞാൻ പോയാലാത്തോണ്ട് അതെന്താ സംഭവം? പോയാലാത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കണ്ടമാനം ആൾക്കാരൊന്നും വിളിക്കുന്നൊന്നുമില്ല. കാരണം വെച്ചാൽ ഒത്തിരി ആൾക്കാർ ജാഫറിനെ കിട്ടുമോ, ജാഫറിനെ കിട്ടിയാലേ ഉള്ളൂ, ജാഫറിനെ എങ്ങനെയെങ്കിലും കിട്ടുമോ, അതൊന്നുമില്ല. ജാഫർ സ്റ്റേജിൽ, പ്രത്യേകിച്ച് സ്റ്റേജ് ആർട്ടിസ്റ്റുകളിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളാണ്. ജാഫർ ഇപ്പോൾ ഒരു വിദേശ, ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കറിയാലോ, ജാഫർ ഉണ്ടെങ്കിൽ ആ ഷോയ്ക്ക് നല്ലത് തന്നെയാണ്. പക്ഷെ ജാഫറിന് എന്ത് പറ്റിയും മടി. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെന്ന് ഒരു ട്രിപ്പിന് പോകുമ്പോഴാണല്ലോ ഒരു ടീമിനെ നമ്മൾ പരിചയപ്പെടുക. അപ്പോൾ അത് കൊണ്ടുപോകുന്ന ഏതെങ്കിലും നമ്മുടെ ഭാഗ്യവശാൽ നല്ലൊരു ടീമിന് ഇപ്പോൾ കലാഭവൻ്റെ കൂടെയൊക്കെയാണ് ആദ്യം അമേരിക്ക പോകുന്നത്. അല്ല, അമേരിക്ക പോകുന്നത് ഇക്കാടെ കൂടെ ആദ്യം ഞാൻ വരുന്നത്. അപ്പോൾ ഞാൻ പോയ പോക്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറേ പരിക്ക അവിടെ വെച്ചാൽ വേറൊരു ഇക്കാരെ പരിചയപ്പെടുത്തുന്നത്. എന്താ ഒരു ഇക്കാരെ പരിചയപ്പെടുത്തുന്നത് ഷിക്കാഗോയിൽ വെച്ചിട്ട്, എവിടെയോ വെച്ചിട്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഓരോ കൂട്ടുകാരെ പരിചയപ്പെടുത്തുന്നത്. അങ്ങനെയുള്ള ആ ഫോൺ വിളിയിൽ പറഞ്ഞു ജാഫറെ നമ്മൾ നാദർഷായുടെ ട്രൂപ്പിൽ വന്നില്ല എന്ന് പറഞ്ഞു. അത്രയും ബഡ്ജറ്റൊന്നുമില്ല, ജാഫറിന് ചെറിയൊരു സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ കുറേ പേരുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെയുള്ള ബന്ധം തന്നെ. അങ്ങനെ നമ്മളൊരു ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ ഇവിടെ നിന്നൊരു തങ്ങാണ് നമ്മളെ കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അത് മാത്രം പഠിപ്പിച്ചാൽ മതി. കാരണം വെച്ചാൽ അവിടെയുള്ള ആൾക്കാരെല്ലാം നല്ലവരും അവരുടെ പരിധി വെച്ചിട്ടാണ് നമ്മൾ പരിപാടി ചെയ്യണത്. നമുക്കറിയാൻ പാടില്ല അവർക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, അവരുടെ തണുപ്പ് ഏരിയ, ചൂട് സമയം, പിന്നെ അവിടെ ഓഡിയൻസ് കുറവാണ്. ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നല്ല ഇത് കേട്ടോ, അത് ചെയ്യാം, ഇത് ചെയ്യാം, അങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്യാം. അയ്യോ, പിന്നെ ഒരു കാര്യമുണ്ട്, നമുക്ക് ഇതിലൂടെ അങ്ങനത്തെ ഭാഷക്കാരാണ് കൂടുതലിനകത്ത്. ഇതാണ് കൊണ്ടു കഴിഞ്ഞിട്ട് ഇത്ര രൂപ തരാം പറഞ്ഞിട്ട് ഒരു ചെറിയ അഡ്വാൻസ് നമ്മൾ ആ ഫ്രണ്ട്ഷിപ്പിൽ ഇങ്ങ് മേടിക്കും. അപ്പോൾ ബാലൻസ് പൈസ ഇവിടെ വരുമ്പോൾ തരാമെന്ന് പറഞ്ഞ് മേടിക്കുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ട് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളെ ഇല്ലാത്ത കഥകൾ പറഞ്ഞുണ്ടാക്കാറുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ ഞാനും മണിയൊക്കെ പോയ ഒരു വലിയ ഓസ്ട്രേലിയയിൽ പോയി ഓർക്കുന്നുണ്ട്. ഓസ്ട്രേലിയയിൽ പോയി ഞാൻ കേട്ട് അതെന്ത് പറ്റി ഓസ്ട്രേലിയയിൽ നിങ്ങൾ കലാഭവൻ മണിയും ജാഫർ കൂടിയും ചെന്ന് ഷോയ്ക്ക് എന്തോ അതെന്തായിരുന്നു സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ഈ ചളിക്കവട്ടത്ത് നമ്മുടെ നൗഷാദ് മെഡിക്കൽ ക്ലിനിക്കിൽ ENT സ്പെഷ്യലിസ്റ്റ്, എനിക്കൊരു ഈ കുറിനാക്കിലെ ഒരു മുള്ളു കുടുങ്ങി. മുള്ളു കുടുങ്ങി കഴിഞ്ഞിട്ട് ഭയങ്കര ഇൻഫെക്ഷനായി, എനിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ ഇത് വീർത്തിട്ട് 3 ദ്വാരം അങ്ങോട്ട് അടഞ്ഞുപോയി. നാസിയും വായും ആർത്തവത്തോടെ അടഞ്ഞു പോയിട്ട് 1 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് സംസാരശേഷി പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ പെരുമ്പാവൂരുള്ള കുറേ സുഹൃത്തുക്കളാണ് എന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ഞാൻ തന്നെ താൻ ഇടിക്കുന്നു വണ്ടി ഡ്രൈവ് അങ്ങനെ പോയി കുറേ 10,000 മെഡിസിൻ എനിക്ക് തന്നിട്ടുണ്ട്. ആ മെഡിസിനുമായിട്ട് പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഒരു സിഗരറ്റ് വലിക്കുന്ന ആളാണെങ്കിൽ പോലും ഒരു സിഗരറ്റ് മേടിച്ചു ചുമ്മാ വരെ വലിച്ചേക്കരുത് കേട്ടോ, ഭയങ്കര പ്രശ്നമാണ്, തിരിച്ചു വന്നിട്ട് ഒന്നുകൂടെ കാണണമെന്നൊക്കെ പറഞ്ഞ് വിട്ടിരിക്കുക. ഞങ്ങളങ്ങനെ പോയി കഴിയുമ്പോഴത്തേന് ആ ആൻറ്റിബയോട്ടിക് ഇവിടെ കയറ്റിയിട്ട് അത് ഊരിയൻ്റെ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇവിടുന്ന് ഫ്ലൈറ്റിൽ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഈ കാല് മസാജ് ചെയ്യുന്ന സാധനമാണ്. അതിനകത്തേക്ക് ഞങ്ങളെല്ലാവരും നിരന്നിങ്ങനെ ഇരിക്കുക, കയറി 5-6 വെച്ചിട്ടുണ്ടല്ലോ. അത് കയറ്റി വെച്ചപ്പോൾ നമ്മുടെ ആ ക്ഷീണമൊക്കെ കാരണം നല്ല സുഖം. അവിടെ നിന്ന് ഉറങ്ങിപ്പോയി, 2-3 നേരം ഉറങ്ങി. അതിൻ്റെ പടം വീഡിയോ അപ്പോൾ പറയാമല്ലോ. അതിനകത്ത് ആരൊക്കെ കള്ളു കുടിക്കും, ആരൊക്കെ കള്ളു കുടിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത്. ഇത് മദ്യപിച്ചിട്ടിരിക്കുന്ന എല്ലാവരും മറിച്ച എന്ന് പറഞ്ഞു. പിന്നെ അതിലുപരി നമ്മൾ സ്റ്റേജിൽ കയറിയപ്പം യൂട്യൂബിൽ ഹിറ്റായ ഒരു ഐറ്റം ഉണ്ട്, നെട്ടൂരാനോടാണോട് ആ കളി അത് വരുന്നതെന്ന് പറഞ്ഞാൽ ഞാനാണ് അതിനകത്ത് തെറ്റിക്കാൻ വരുന്ന ആൾ. കോട്ടയം നസീറാണ് നടുക്കെന്ന് ചോദ്യം ചോദിക്കുന്നത്. അങ്ങേറ്റത്തൊരു തോക്കും പിടിച്ചുകൊണ്ട് ജയസൂര്യ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു, നമ്മുടെ നടൻ ജയസൂര്യ. അപ്പോൾ ഇത്രയും 3 പേര് നിൽക്കുന്ന ഒരു സാധനം യൂട്യൂബിൽ വന്നു. ഈ യൂട്യൂബിൽ വന്നതിനകത്ത് ഞാൻ പറയുന്നുണ്ട്, അപ്പോൾ അയാൾ ഞാൻ നിങ്ങൾക്കൊരു റോള് തന്നു കഴിഞ്ഞാൽ അത് ചെയ്യുമോ? കൃത്യമായിട്ടും ചെയ്യാൻ സാറേ, ഒന്നിച്ച് പറഞ്ഞേപ്പിക്കാം. ഞാൻ നസീറിനോട് ചോദിക്കുന്നു, ഞാൻ നെട്ടൂരാൻ, അപ്പം നിങ്ങൾ വന്നിട്ട് ചോദിക്കണം, നെട്ടൂരാനോടാണോടാ നിന്റെ ഈ കളി എന്ന് ചോദിക്കണം. ഇവിടെ ഒന്നും മണക്കണ്ടല്ലോ എന്നിങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും പെട്ടെന്ന് ജയസൂര്യ അവിടെ അയ്യോ ഞാനല്ല എന്ന് പറയുന്നു. പെട്ടെന്ന് ഇവിടെ നസീർ പറയുന്നു എന്നെ ഇങ്ങനെ അല്ല എന്നൊക്കെ പറയുന്നു. എൻ്റെ സാറേ ഇത് ഒന്നുകൂടെ പറഞ്ഞേ നെട്ടൂരാനോടാണോടാ നിന്റെ കളി വന്നു കഴിയുമ്പോഴത്തേനും നെട്ടൂരാണോ ടൂണാണോന്ന് പറയുമ്പോൾ അയാളെ ഇടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിപ്പണം നെട്ടൂരാണോടാണോടാ കളി. അപ്പോൾ ഇയാൾ നെട്ടൂരാണ് മൈക്ക് കൊണ്ടുപോയി മാറ്റിക്കൊണ്ടെടുത്ത് പ്രാക്ടീസ് ചെയ്യണ്ടേ. നെട്ടൂണാണോ എന്നിട്ട് പറഞ്ഞിട്ട് തിരിച്ചു വരാം. അതെ, നിങ്ങൾക്ക് ഈ ഹുമ്മെന്നെടുത്ത് മാറ്റാവോ? അപ്പം ഞാൻ കുറേ തെറ്റിച്ചു. ഈ തെറ്റിച്ചിട്ട് അവിടെ ഉള്ള ആൾക്കാർ പറഞ്ഞ അതെ എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം ചോദിച്ചു. പ്രോഗ്രാം പോരാ എന്താന്ന് ചോദിച്ചാൽ ഒന്നാമത് അവർ മൊത്തത്തിലൊരു റിഹേഴ്സലല്ല, അവർ മൊത്തം തെറ്റിപ്പോണം.
മൊത്തത്തിൽ ഷോ മൊത്തം തെറ്റിപ്പോവാ. ഒരു ഡയലോഗ് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ നെട്ടൂരാട്ടോടാണ് കളി. അത് തെറ്റിച്ച് പറഞ്ഞത് അവര് റിയൽ ആക്കി അതായിട്ട് മനസ്സിലായില്ല. ഒന്നുമല്ല, അതൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതേ, അങ്ങനെയൊക്കെ ഉള്ളു. പിന്നെ അത് തന്നെ അല്ല, അങ്ങനത്തെ ചില ആൾക്കാരൊക്കെ ഉണ്ട്. അത് നമ്മുടെ ഇവിടെയുണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കോട്ടൊക്കെ ഇട്ട് നല്ല ഗംഭീരമായിരിക്കും, അവർ പാവങ്ങളുമായിരിക്കും, ഒറ്റപ്പുറത്ത് വൈഫൊക്കെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഒരു കോമഡി കളിക്കും. നമ്മളത് സ്റ്റേജിൽ കയറി ചെയ്യുന്നതിന്, നമ്മൾ സ്റ്റേജിലൊരു ഷോ ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരിക്കുന്ന ഓഡിയൻസിൻ്റെ ഉള്ളതാണെങ്കിൽ കൂകണ ഇറക്കി വിടണം, അതിനെ കാണാൻ നിൽക്കരുത്. ഇത് വൈകുന്നേരം വരെ തീരുന്നവരെ കണ്ടുകൊണ്ടിരുന്നിട്ട് അഭിപ്രായം പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ക്ലബ്ബുകളിലൊക്കെ ക്ലബിലൊക്കെ പോകുന്നു. നല്ല നല്ല ഇത് വന്നു കഴിയുമ്പോഴത്തേക്ക് നല്ല കോമഡി വരുമ്പോഴത്തേക്ക് ഒരു പിന്നെ ഒരാളൊരു കോമഡി നല്ല അവതരിപ്പിച്ച് കഴിയുമ്പോഴത്തേന് ഇയാൾ നല്ല സെൻസുള്ളായിരുന്നു. അയാൾ പെട്ടെന്ന് ഇങ്ങനെ ചിരിക്കുക, പെട്ടെന്ന് ഇവര് ഇങ്ങനെ ഇരിക്കുകയാണ്, വാശി ചിരിക്കുകയല്ല, ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു കുലുക്കം കണ്ടു നോക്കിയപ്പോൾ ഇയാളുടെ അടുത്ത് ഇങ്ങനെ കാണിക്കും ഫ്രാൻസിസ്. അപ്പോൾ ഇയാൾ എന്ത് ചിരിക്കല്ലേ ചിരിക്കാനുള്ളതൊന്നുമില്ല, ചിരിക്കില്ല. അപ്പോൾ ഇയാൾക്ക് ചിരി വന്നിട്ട് ഇയാളിങ്ങനെ ഫ്രാൻസിസ് അവനെ കണ്ടുപിടിക്കും, അവിടെ ആരും ഇരുന്ന് പഠിക്കും, ഞാൻ കണ്ടു ചിരിക്കുന്നില്ല, മര്യാദയ്ക്ക് ഇരിക്കുന്നു പറഞ്ഞു. ഇയാൾ പിന്നെ ഇത് ഈ കോമഡി കണ്ടപ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് പൊട്ടിത്തെറിച്ചു. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഒറ്റ ചിരിച്ച് കഴിയുമ്പോഴത്തേന് ഇയാളെ ഈ സ്ത്രീയെ ആ താക്കോലെടുത്ത് ആ വണ്ടിയുടെ താക്കോലെടുത്തൊക്കെ പോയി പുറത്തിറങ്ങി ഇവരങ്ങ് പോയി. അപ്പോൾ അയാൾക്ക് കൂടെ ഇറങ്ങി ഇപ്പോൾ വഴക്കുണ്ടാക്കാൻ പറ്റുമല്ലോ. ഇവരങ്ങ് പോയി, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ഹലോ ഫ്രാൻസിസ് എന്തുണ്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു പ്രോഗ്രാം? എന്ത് പരിപാടിയായിരുന്നു, എന്ത് മാഡം എന്ത് വൈഫ് എന്ത്? അല്ല ഉണ്ട് കള്ളമൊക്കെ പറയാം. ഈ താറാവൂട്ടം പോയി കഴിയുമ്പോഴത്തേന് ഇങ്ങനെ പാന്തി എത്താത്ത താറാവുണ്ട്, അതിനെ ഇങ്ങനെ ഓടിച്ചു വിടുള്ളൂ. അത് പിന്നെ രക്ഷപ്പെടിയല്ല, അതിന് കനമില്ല. അവൻ ഈ കൊച്ചിനെ ഇട്ടേച്ചു, അല്ലെങ്കിൽ തിരുവതാറാനും ഇട്ട പോലെ ഈ പുള്ളിനെ ഇട്ടേച്ചു പോയി. ഇല്ലൊന്നൊക്കെ ഇരുളില്ലാത്ത മഴയും കോട്ടൂരി തോളയിട്ട് ഒരു 3 കിലോമീറ്റർ നടന്നു ചെന്ന് കഴിയുമ്പോഴത്തേക്കും വേറെ ആളെ കല്യാണം കഴിച്ച് അവർ സുഖമായിട്ട് ജീവിക്കുക. ഇയാൾ അന്ന് ഉപേക്ഷിച്ചു, ഈ ചിരിച്ചായിരുന്നു അപ്പം ഉപേക്ഷിച്ചു ആ ഒരു ചിരിക്ക്. അതാണ് അധികാരം അവിടെ പോയി.